ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസ ഫലമാണ്. സെപ്റ്റംബർ മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യവും വർദ്ധിച്ചിരിക്കും. ഇതിനു മുൻപുള്ള സമയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭാഗ്യവും കൂടി വർദ്ധിച്ചിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതായത് നമ്മൾ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ വിചാരിച്ച് ദീർഘകാലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഈ മാസം സാധിച്ചു കിട്ടുന്നതിനുള്ള യോഗമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉള്ളത്. ദൈവാധീനത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. എങ്കിലും രണ്ടാം ഭാവം അത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. വാക്കിൻ്റെ ഭാവമാണ്. ധനത്തിൻ്റെ സ്ഥാനാധിപനാണ്. അങ്ങനെയുള്ള ആ രണ്ടാം ഭാവത്തിൻ്റെ അധിപത്യവും അഞ്ചാം ഭാവം പ്രതിഭ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിവേകബുദ്ധി, ഇതിൻ്റെയൊക്കെ അധിപനായി കൂടി ആയിരിക്കുന്ന ആ വ്യാഴഗ്രഹം ഏറ്റവും പവർഫുള്ളായിട്ട്, ഏറ്റവും ബലവാനായിട്ട് ഈ മാസം പൂർണ്ണ ബലവാനായിട്ടാണ് കർക്കിടകം രാശിയിൽ ഈ സെപ്റ്റംബർ മാസം നിൽക്കുന്നത്. അത് വളരെയധികം അഭിവൃദ്ധികൾ, നേട്ടങ്ങളും കൊണ്ടത്തെയും. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ. 9ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചന്ദ്രനും 5ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴവും കൂടി യോഗം ചെയ്ത് ആ കർക്കിടകൻ രാശിയിൽ വരുന്നു ഏതാനും ദിവസങ്ങൾ. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വരുന്നു വ്യാഴം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വൃശ്ചികം രാശിക്കാർക്ക് രാജയോഗമാണ്. ഏതെങ്കിലും തരത്തിലൊരു അപ്രതീക്ഷിത ധന ആഗമന യോഗം ഉണ്ടാകുക തന്നെ ചെയ്യും. സംശയിക്കേണ്ട. അത് പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ്. അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ, പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ പാസ്സാകുക, ജോലി ചെയ്തുകൊണ്ടിരുന്നവർ രാജിവെച്ച് ചില ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ പാസ്സാകുക, ആ ടെസ്റ്റുകൾ കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ഉടനെ ഉണ്ടെങ്കിൽ ആ ഉടൻ തന്നെ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി വിദേശത്ത് പോകുവാനോ സ്വദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാനോ സാധിക്കും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അത് വലിയ വൻ നേട്ടങ്ങളുണ്ടാകും. ഗവൺമെൻറ് ജോലിയും അതുപോലെ തന്നെ തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലിയും സ്വന്തം ദേശത്തും നാട് വിട്ടും വിദേശത്തും ലഭിക്കുന്നതിനുള്ള യോഗമാണ്. ഉത്തമ വാഹനയോഗം, ഉത്തമ ഗൃഹയോഗം, ഉത്തമ ഭൂമി യോഗം, വിവാഹം നടക്കുക. പലതരത്തിലും വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് വിവാഹം വന്ന് നടക്കുവാൻ ഏറ്റവും ഭാഗ്യമുള്ള സമയമാണ്. അതായത് വൃശ്ചികം രാശിയുടെ ദാമ്പത്യ ഭാവമായ സപ്തമഭാവം ഇടവം രാശിയാണ്. ആ ഇടവം രാശിയുടെ അധിപൻ ഏറ്റവും ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രം അവിടെയൊക്കെ നിന്നുകൊണ്ട് പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുന്നു ദാമ്പത്യ ഭാവത്തിലേക്ക്. അധിക ഭാവബന്ധങ്ങളൊന്നും ഇല്ലതാനും. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലസത പാടില്ല. ഏതെങ്കിലും തരത്തിൽ വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ട തക്ക സമയത്ത് പ്രവർത്തിക്കണം. ഇന്ന് പറയേണ്ട കാര്യം, ചെയ്യേണ്ട കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക. അലസത പിടിക്കുക. കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. യാതൊരു കാരണവശാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ദേഷ്യം ഒഴിവാക്കേണ്ടതാണ്. അധികാരത്തോടു കൂടിയ ഉത്തരവാദിത്തം ഈ മാസം തൊഴിൽ രംഗത്ത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ സാധിക്കും. ധൈര്യപൂർവ്വം ഏറ്റെടുക്കുക, വിജയിക്കും. സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടായാലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് വിജയിപ്പിച്ചെടുക്കുവാൻ മനോബലവും ധൈര്യവുമൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ഉത്തമമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ പോലും വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ധന ആഗമന യോഗമുണ്ടാകാം. അതിനൊക്കെയുള്ള നല്ല ഭാഗ്യമുള്ള സമയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർക്കും നല്ലതാണ്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായാലും നല്ല
വിജയങ്ങൾ വന്നു ചേരും. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും, അത് മെക്കാനിക്കൽ വിഭാഗമാകാം, വാഹനങ്ങളുടെ ഡീലർഷിപ്പ് ഉള്ളവരാകാം, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാകാം, ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവരാവാം, അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. നോക്കിയും കണ്ടും ചെയ്താൽ വൻ നേട്ടങ്ങളും വൻ ലാഭങ്ങളും വന്നു ചേരുവാനുള്ള സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, മുരുകൻ്റെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, നല്ല വിജയങ്ങൾ വന്നു ചേരും. ശനി ദോഷങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കുക, സുനിശ്ചിതമായ വിജയം വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടാതെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, അത് ഏത് കാര്യമായാലും ജാതകം നോക്കുന്നതിനും കബഡി നോക്കുന്നതിനും ഓൺലൈനായിട്ടും നേരിട്ടും വന്ന് നോക്കാൻ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.